ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വലിയ നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഓരോ നോമ്പും നമ്മുടെ വിശ്വാസത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള ആത്മപരിശോധനയ്ക്കും അനുതാപത്തിനും പ്രതിഫലനത്തിനും വേണ്ടിയാണ്. ആത്മീയ നവീകരണത്തിനും ശാരീരിക ശുദ്ധീകരണത്തിനും നോമ്പ് കാലങ്ങൾ കൂടുതലായി അവസരങ്ങൾ ഒരുക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഒരു ഭാഗത്തിൽ വിശുദ്ധ യോഹന്നാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് നമ്മിലുള്ള ദൈവത്തിൻ്റെ വെളിച്ചത്തെക്കുറിച്ചാണ്. അതിൻ്റെ 5-ാം വാക്യത്തിൽ ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു എന്നാണ് പറയുന്നത്. യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഉപദേശിച്ചത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അതേപോലെ മത്തായി 5:16 പറയുന്നത്, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യാം. നമ്മുടെ പ്രവൃത്തികളെ കണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹപ്രവർത്തകർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ പ്രവൃത്തികൾ എപ്രകാരമാണ് വെളിച്ചം പകരുന്നതായി തീരുന്നത്? ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളും യുവതലമുറയും ഇരുട്ടിൽ തപ്പിത്തടയുകയാണ്. നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭൗതികമായ എല്ലാ നേട്ടങ്ങളും നേടിക്കൊടുക്കുന്നതിൽ ഇന്ന് മത്സരിക്കുന്നവരാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ബുദ്ധിമുട്ടും അറിയാതെ സമൂഹത്തിൽ ഒന്നാമനാകണം എന്ന വ്യഗ്രതയാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരപ്പെടേണ്ടത് എന്നിലൂടെയാണ്, എൻ്റെ കുഞ്ഞിലൂടെയാണെന്നത് എത്ര പേർ ചിന്തിക്കുന്നു? ഇരുട്ടുള്ള മുറിയിൽ ഒരു ചെറിയ മെഴുകുതിരി പൂർണ്ണ പ്രകാശം പരത്തി എരിഞ്ഞില്ലാതെയാകുന്നത് പോലെ നാമും മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീരുന്ന ഒരു തിരുനാളമായി തീരണം. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ മുമ്പാകെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അവൻ നമ്മെ ലോകത്തിൻ്റെ വെളിച്ചമാക്കി തീർക്കും. നാം ക്രിസ്തുവിനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ പാപങ്ങളെ അവൻ്റെ തിരുരക്തത്താൽ കഴുകി സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കാനാണ്. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ സകല പാപങ്ങളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്രകാരം നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പുതുക്കമുള്ളവരായി ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഈ നോമ്പിലൂടെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.